നമസ്കാരം. അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കീർത്തി സുരേഷ് നായികയായിട്ട് ദുൽഖർ സൽമാനും സമാന്തയും എല്ലാം അഭിനയിച്ച പഴയകാല നടി സാവിത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത മഹാനടി എന്ന ചിത്രത്തോടു കൂടിയാണ് നാഗ് അശ്വിൻ എന്ന സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ തൻ്റെ വരവറിയിച്ചത് എങ്കിൽ ഇപ്പോഴിതാ കൽക്കി 2898 AD എന്ന ഈ ചിത്രത്തോടുകൂടി നാഗ് അശ്വിൻ ഗ്ലോബൽ സിനിമയുടെ, കൃത്യമായി പറഞ്ഞാൽ ഹോളിവുഡ് സിനിമയുടെ അകത്തളങ്ങളിലേക്ക് ഇന്ത്യൻ സിനിമയെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഓർമ്മിക്കണം, കീർത്തി സുരേഷിന് 2018 ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ ചിത്രമാണ് മഹാനടി. ആ ചിത്രം സംവിധാനം ചെയ്തത് നാഗ് അശ്വിനാണ്. ആ നാഗ് അശ്വിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ അതിശയോക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ കൽക്കി എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമോ അല്ലെങ്കിൽ മാർവൽ സിനിമകളുടെയോ ഒക്കെ ഒരു ക്ലൈമാക്സ് നമ്മളെ ഓർമ്മിപ്പിച്ചേക്കാം. ഈ അത്യന്താധുനിക കാലത്തെ VFX എങ്ങനെയാണ് എന്നുകൂടി ഈ ചിത്രം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അമിതാഭ് ബച്ചൻ എന്ന നടൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സിനിമയിൽ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നതിന് ഈ ചിത്രം വളരെ വ്യക്തമായ ഒരു ഉത്തരം കൂടിയാണ്. അത് ഈ ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് കുറവാണ്. പക്ഷെ രണ്ടാം പകുതിയിൽ അസാമാന്യമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഡയലോഗ് ഡെലിവറിയുടെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി മാത്രം ശ്രദ്ധിച്ചാൽ പോലും നമുക്കത് മനസ്സിലാവും. അമിതാഭ് ബച്ചൻ്റെ ഡയലോഗ് ഡെലിവറി എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഹിന്ദി വേർഷൻ തന്നെ നമ്മൾ കാണണം. കേരളത്തിൽ ഹിന്ദി വേർഷനും ഉണ്ട്. അമിതാഭ് ബച്ചൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ കാണണം. ആദ്യകാല അമിതാഭ് ബച്ചനിൽ നിന്നും 80കളിലേക്ക് എത്തിയ അമിതാഭ് ബച്ചനെ, ഈ രണ്ടുപേരെയും നമുക്ക് ഈ കൽക്കിയിലൂടെ കാണാം. അശ്വത്ഥാമ എന്ന മഹാഭാരത കഥാപാത്രമായി അമിതാഭ് ബച്ചന്റെ പകർന്നാട്ടം ഗംഭീരമാണ്. സംഘടന രംഗങ്ങളിൽ, പ്രത്യേകിച്ചും പ്രഭാസമായിട്ടുള്ള സംഘടന രംഗങ്ങളിൽ ഈ പ്രായത്തിലും എന്തൊരു പെർഫെക്ഷൻ ആണ് എന്ന് നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും. ചിരഞ്ജീവിയായ അശ്വത്ഥാമ ഭഗവാൻ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ പിറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് അമിതാഭ് ബച്ചന്റെ കഥാപാത്രം. പ്രഭാസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബാഹുബലിക്ക് ശേഷം എവിടെയോ പോയ പ്രഭാസ് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. പ്രഭാസിന്റെ കഥാപാത്രം ആദ്യ പകുതിയേക്കാൾ കൂടുതൽ രണ്ടാം പകുതിയിൽ ശരിക്കും നമ്മളെ ഞെട്ടിക്കും. ഇനിയിപ്പോൾ ദീപിക പദുക്കോണിന്റെ കാര്യം വരുവാണെങ്കിൽ സുമതി എന്ന കഥാപാത്രമാണ് ദീപിക പദുക്കോൺ ഇതിലെ അവതരിപ്പിക്കുന്നത്. കൽക്കിയുടെ അമ്മയായിട്ടാണ് സുമതി വരുന്നത്. കാശിയുടെ ഭാവി സുമതിയുടെ കയ്യിലാണ്. ശരിക്കും ദീപികയുടെ അഭിനയം ചിത്രത്തിന്റെ മാറ്റ് കൂട്ടുന്നുണ്ട്. സന്തോഷം, സങ്കടം, വിഷമം, സംഭ്രമം എല്ലാം പെർഫെക്ഷനോടെ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുവാൻ ദീപികയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിൽ വളരെ കുറച്ച് നേരമേ ഉള്ളൂ എങ്കിലും സുപ്രീം യാസ്കിനായി കമലഹാസൻ ഞെട്ടിക്കുന്ന പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കമലഹാസൻ കുറച്ചുകൂടി വലിയ സ്ക്രീൻ പ്രസൻസ് കൂടും അല്ലെങ്കിൽ കിട്ടും എന്നുള്ള ഒരു സൂചന കൂടി ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് തരുന്നുമുണ്ട്. ചിത്രത്തില് മലയാളി താരങ്ങളായ ശോഭനയുണ്ട്, അന്നാബെന്നുണ്ട്. അവരെല്ലാം മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ശ്രദ്ധ നേടും തീർച്ചയായും. ശാശ്വത ചാറ്റർജിയുണ്ട്, വിജയ് ദേവരക്കൊണ്ടയുണ്ട്, ദിഷ പട്ടാണിയുണ്ട്, പശുപതിയുണ്ട്. അങ്ങനെ ഒട്ടേറെ മുൻനിര താരങ്ങൾ തന്നെയുണ്ട് ഈ ചിത്രത്തിൽ. എല്ലാവരും തങ്ങളുടെ വേഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു എന്ന് വേണ്ടി പറയാം. ഈ ദുൽഖർ സൽമാൻ ഉണ്ട്, അതും ഞാൻ പറഞ്ഞില്ല. ദുൽഖർ സൽമാൻ ഉണ്ട്, SS രാജമൗലി ഉണ്ട്, രാം ഗോപാൽ വർമ്മയുണ്ട്, മൃണാൾ താക്കൂർ ഉണ്ട്. ഇവരെല്ലാവരും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പിയറൻസ് നടത്തിയാണ് പോകുന്നത് ഈ ചിത്രത്തിൽ. BC 3101 മഹാഭാരത ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കഥയാണ് കൽക്കിയുടേത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞുള്ള ഏകദേശം 6000 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നാഗ് അശ്വിൻ. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്പോയിലർ ആയേക്കാം എന്നതുകൊണ്ട് കഥയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും മഹാഭാരതവും ഇന്നത്തെ ലോകവുമായി ഭംഗിയായി കണക്ട് ചെയ്യുവാൻ നാഗ് അശ്വിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിനെ മറികടക്കാതെ രണ്ടും തമ്മിൽ ഒരു കൃത്യതയോടെയുള്ള ബാലൻസ് കാത്തു സൂക്ഷിക്കുവാൻ നാഗ് അശ്വിന് കഴിഞ്ഞിട്ടുമുണ്ട്. ചിത്രത്തിന്റെ ഈ ആദ്യ പകുതിയുടെ കഥാഗതി എന്തുകൊണ്ടോ കൺവിൻസിങ് ആയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിരാശപ്പെടേണ്ട. രണ്ടാം പകുതിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒട്ടുമിക്ക ഉത്തരങ്ങളും അവിടെ തന്നെ കിട്ടും. ഇത് നാഗ് അശ്വിന്റെ എഴുത്തിന്റെ ഒരു മികവാണ് കാണിക്കുന്നത്. കോട്ടഗിരി വെങ്കടേശ്വര റാവു ആണ് ചിത്രത്തിലെ എഡിറ്റർ. ഇദ്ദേഹത്തിന്റെ പ്രായം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഒരു 65 വയസ്സിന് മുകളിൽ എന്തായാലും ഈ മനുഷ്യന് പ്രായമുണ്ട്. ഈ ബാഹുബലിയും മറ്റും എഡിറ്റ് ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ. ഇപ്പോൾ ഈ ചിത്രവും അതിഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഛായാഗ്രഹണം, പ്രൊഡക്ഷൻ ഡിസൈൻ, പിന്നെ സന്തോഷ് നാരായണന്റെ സംഗീതം എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ആരാണ് ദീപികയുടെ കുട്ടി? അശ്വത്ഥാമാവിന് ദീപികയുടെ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കുമോ? കമലഹാസന്റെ കഥാപാത്രം എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത്? പ്രഭാസിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുമോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുമോ? എന്താണ് പ്രോജക്റ്റ് കെ? ഇങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉത്തരത്തിനായിട്ട് രണ്ടാം ഭാഗത്തിനായിട്ട് കട്ട വെയിറ്റിംഗ് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്.
ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഒരു നില വെച്ച് മഹാഭാരതവും പിന്നീട് വരുന്ന കാൽപ്പനിക ലോകവും എല്ലാം ചേർന്നൊരു കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു പക്ഷെ നാളെ ഉണ്ടായേക്കാം. ഓരോ കഥാപാത്രത്തെയും ഉപയോഗിച്ച് അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്യുവാനുള്ള സ്കോപ്പ് ഈ ചിത്രം ഇപ്പോഴേ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും വിജയ് ദേവരക്കൊണ്ടയുടെ അർജുനൻ തന്നെ ഉദാഹരണം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.